സോ എല്ലാവർക്കും നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിന്റെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയ കാര്യമാണ്. നമ്മൾ അവിടെ ERMS കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു ERMS? 4.44 NF5M ആയിരുന്നു ERMSന്റെ വാല്യൂ. ഇതെങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ 4.4F ഇത് ERMS ആണ്. ERMS. ഇനി നമുക്ക് ഈ ERMS വെച്ചിട്ട് പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എടാ, ഇൻ പ്രൈമറിയില് ഈ ERMSൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ 1 is equal to പ്രൈമറിയിലെ വോൾട്ടേജ് E1 ആയിട്ട് നമ്മൾ എടുത്തു. E1 is equal to 4.44. ഇവിടെ ഇവിടുത്തെ N പകരം നമ്മൾ എന്ത് ചെയ്യൂടാ? N1 എന്ന് ഇട്ട് കൊടുക്കും. N1 F5M എന്ന് വരും. സെക്കൻഡറിയിലത് E2 എന്ന് പറയുന്നത് സെക്കൻഡറിയിലത് എന്ത് വരും? അപ്പോ 4.44 N2 F5M എന്ന് വരും. ക്ലിയർ ആണോ? ഇതാണ് പ്രൈമറിയിലെ സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇവിടെ ട്രാൻസ്ഫർമേഷൻ റേഷ്യോ ആണ്. ട്രാൻസ്ഫർമേഷൻ റേഷ്യോ എന്താ? ഇനി നിങ്ങൾ ഇതാ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ നിങ്ങൾക്കറിയാം ഈ N1 എന്ന് പറയുന്നതും, അതായത് ഇവിടെ N എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഈ N എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാലും ഇതിനകത്ത് N1 N2 മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി ഇത്രയും ആൾക്കാർ സെയിം 4.44 F5M 4.44 F5M ആര് മാത്രമേ ഉള്ളൂ വ്യത്യാസം? N1 N2. ഈ N1 N2 എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എങ്ങനെ വരൂടാം? ഇതെങ്ങനെ? E1 by N1 is equal to E2 by N2 is equal to 2 E1 by N1 ചെയ്താലും E2 by N2 ചെയ്താലും ഒരേ ആൻസർ അല്ലേ കിട്ടുക? എന്തോ കിട്ടുന്ന ആൻസർ 4.44 into F5M. കാരണം ഫ്രീക്വൻസി സെയിം ആണ്. നമ്മൾ തുടക്കത്തിൽ ട്രാൻസ്ഫോമർ പഠിച്ചപ്പോൾ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ട്രാൻസ്ഫോമർ ഇസ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ്. ഫ്രീക്വൻസി സെയിം ആണ്, അതേപോലെ ഫ്ലക്സും സെയിം ആണ്. സോ ഇത് രണ്ടും മാറൂല. പ്രൈമറിയിൽ സെക്കൻഡറിയിൽ എത്തുമ്പോൾ ഇത് രണ്ടും മാറൂല. ഇവിടുത്തെ എഫും സെയിം തന്നെ ആയിരിക്കും. ഇവിടുത്തെ 5M സെയിം തന്നെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഈ F5M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ് പ്രൈമറി സെക്കൻഡറിൽ. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഈ ടേംസ് ഇത്രയും സെയിം അല്ലേടാ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. E1 by N1 is equal to E2 by N2 is equal to 4.44 by 5M. ഇനി ശ്രദ്ധിക്കാം, ഇത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ബൈ നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ? വോൾട്ടേജ് ബൈ നമ്പർ ഓഫ് ടേൺസ് അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ വായിക്കാം, EMF പെർ ടേൺ. അതായത് ഒരു ടേണിലെ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു ടേണിലെ EMF അല്ലേ ഈ കൊടുത്തിരിക്കുന്നത് അല്ലെ? ഒരു ടേണിലെ ഇപ്പോ നിങ്ങളടുത്ത് പറയാണ് ഒരു ടേണിലെ EMF E0 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 10 ടേണിലെ EMF എന്തായിരിക്കും? 10 into E0 ആയിരിക്കൂലേ? അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ N1 ടേംസ് ഉണ്ട്. ഇതേ ഇൻറ്റു N1 ചെയ്യുമ്പോൾ നമുക്ക് EMF കിട്ടുന്നു. അപ്പൊ ഒരു ടേണിലെ EMF എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെയും കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലെ? അപ്പൊ നിങ്ങളടുത്ത് പറയാണ് 10 ടേൺസിലെ EMF 500 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ടേണിലെ EMF എന്താണ്? എന്ത് ചെയ്യണം? 500/10 ചെയ്താൽ പോരെ? അത് തന്നെ ഇവിടെ പറഞ്ഞത്. നമ്പർ ഓഫ് ടേൺസിനെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. കണ്ടോ? EMF പെർ നമ്പർ ഓഫ് ടേൺസ്. EMF പെർ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4.44 F5M ആണ്. 4.44 F5M ആണ്. അതായത് ഒരു ടേണിനകത്തുള്ള EMF എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എത്ര ടേൺ ഉണ്ടോ അത്രയും ടേൺ വെച്ച് ഈ EMFന്റെ വാല്യൂവിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ. അത് ഒരു ടേണിലെ EMF എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഒരു ടേണിൽ 5 EMF, ഒരു ടേണിൽ 10 EMF, ഇങ്ങനെ മാറൂല. ഒരു ടേണിൽ 5 ആണെങ്കിൽ അതിൽ എത്ര ടേൺ ഇട്ടാലും അതിനെല്ലാം എന്തായിരിക്കും? 5 ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി തന്നെ. അതവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ EMF പെർ ടേൺസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. EMF പെർ ടേൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. മനസ്സിലായി? ക്ലിയർ ആണോ? EMF പെർ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ EMF പെർ ടേൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതി വെച്ചാൽ മതി? 4.44 into F5M.
4.44 ഇൻറ്റു എഫ് 5. നമുക്കറിയാം ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആണ്, ഫ്ലക്സും ട്രാൻസ്ഫോമറിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോനെ പറ്റിയാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ സാധനം? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആണ്. N2/N1 is equal to V2/V1. ഈ N2 വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് V2 വരും, N1 വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് V1 വരും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് I. ഇവിടെ V2 അല്ലെങ്കിൽ N2 വന്നെങ്കിൽ ഇവിടെ I1 വരും ബൈ V2. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. N-ഉം V-യും എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ I1/I2. ഓക്കെ. സോ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു N2/N1 വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. എന്ത് വിളിക്കും? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഈ N1/N2 വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. നമ്മൾ K വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. സോ N2/N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2/V1 ആണ്, അഥവാ I1/I2. ശ്രദ്ധിക്കുക, N2/N1 is equal to V2/V1 is equal to I1/I2. ഇത് രണ്ടും സെയിം ആണ്. നോക്കി, N2 I2, N1 I1. കണ്ടോ? I വരുമ്പോ വ്യത്യാസം, തിരിഞ്ഞു വരും. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇനി ഇതേപോലെ ഇതുകൂടെ നോട്ട് ചെയ്യാം. V1/V2 തിരിച്ചെഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് റേഷ്യോ. ഇത് വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. V1/V2 വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് റേഷ്യോ. അതേപോലെ N1/N2 വിളിക്കുന്ന പേരാണ് ടേൺസ് റേഷ്യോ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഒരു ട്രാൻസ്ഫോമർ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാം. പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ട്രാൻസ്ഫോമറിന്റെ സിമ്പൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു ട്രാൻസ്ഫോമറിന്റെ സിമ്പൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ സിമ്പൽ. ഒരു കോയില്, ഇത് പ്രൈമറി കോയിലാണ്. ഓക്കെ, ഇവിടെ രണ്ട് വര, ഇത് സെക്കൻഡറി കോയിൽ. ഇവിടാണ് നമ്മുടെ ലോഡൊക്കെ ഇവിടെ വരും. ഇവിടെ നമ്മൾ പ്രൈമറി വോൾട്ടേജ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ വരയ്ക്കാൻ പോണത് ഒരു ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. ഓക്കെ, ഐഡിയലി ഇതിന്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ആ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ എപ്പോഴും നമ്മളെ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ എപ്പോഴും അങ്ങ് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആവണമെന്നില്ല. അതിൽ ഒരുപാട് എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോ ഏതൊക്കെ രൂപത്തിലാണ്, എങ്ങനെ ഹീറ്റിന്റെ രൂപത്തിലൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൽ നഷ്ടങ്ങൾ ഉണ്ടാവുക അതിനെയോട് റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു സർക്യൂട്ടോടെ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആണ്. നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക? നോക്കേ, ഇവിടെ ഒരു R1 ഉണ്ട്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ്. നമ്മളൊരു വയർ വെച്ചിട്ടാണല്ലോ ഇതെല്ലാം വൈൻഡ് ചെയ്യുക. അപ്പൊ ഈ വൈൻഡിങ് റെസിസ്റ്റൻസ് കാണുമല്ലോ, റെസിസ്റ്റൻസ് കാരണം അവിടെ ഹീറ്റ് ഉണ്ടാവുമല്ലോ, അതവിടെ നഷ്ടമില്ലേ? ആ ഹീറ്റ് എന്ന് പറയുന്ന സാധനം എനർജി നഷ്ടമില്ലേ അവിടെ? അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈമറി വൈൻഡിങ് ആണ്. ഇനി ഇവിടെ ഒരു ഇൻഡക്ടർ വരയ്ക്കാം. ഇൻഡക്ടർ നമ്മൾ പേര് കൊടുക്കുന്നു X1. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? X1 നമ്മൾ വിളിക്കുന്ന പേര് ലീക്കേജ് റിയാക്ടൻസ് എന്നാണ്. എന്താണ്? ലീക്കേജ് റിയാക്ടൻസ്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ നമ്മൾ ഈ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്ന ഒരു കോറിനകത്താണ്. ഒരുപാട് ലോസ് ഉണ്ടാവാം, ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവാം, അതേപോലെ മറ്റേ എഡി കറന്റ് ലോസ് ഉണ്ടാവാം. സോ ആ ലോസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കി,
ഇവിടുന്ന് രണ്ട് ആൾക്കാരെ ഇങ്ങനെ പാരലായിട്ട് എടുക്കുന്നു. ഒരാള് ഒരു റെസിസ്റ്ററും മറ്റേ ആള് ഒരു ഇൻഡക്ടറും ആണ്. ഓക്കെ അല്ലേ? സോ ആ ഒരു കോർ ലോസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് അതിനെ പാരലായിട്ട് എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് R0 എന്നാണ്. എന്താ വിളിക്കുക? R0. ഇതിനെന്താ വിളിക്കുക അപ്പോ? X0. എന്താ വിളിക്കുക? X0. R0യും X0യും. എടാ R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കോർ ലോസ് കമ്പോണന്റ് ആണ്. കോർ ലോസ് കമ്പോണന്റ്. X0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് ആണ്. മാഗ്നറ്റൈസിങ് റിയാക്ടൻസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം, അതായത് നമ്മള് ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ ചിഹ്നത്തിനകത്തോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ഈ ചിഹ്നം ഐഡിയലി വരയ്ക്കുമ്പോൾ അത് ഇതേപോലെ ഇരിക്കും. കാരണം ഇവിടെ ലോസ് ഒന്നുമില്ല. ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ഒരു പ്രാക്ടിക്കൽ കേസിൽ അവിടെ നമ്മൾ വൈൻഡിങ് ആണ് യൂസ് ചെയ്യുക, റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഹീറ്റിന്റെ രൂപത്തിലും മാഗ്നറ്റിക് എഫക്റ്റിന്റെ രൂപത്തിലും ഒക്കെ ലോസ് ഉണ്ടാവും. ആ ലോസസും കൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ ഫിഗറാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അതിനാണ് ഞാൻ ആദ്യം ഇവിടെ R1 സൂചിക്കുന്നത് എന്താണ്? നമ്മളെ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ്. X1 എന്ന് പറഞ്ഞാൽ ലീക്കേജ് റിയാക്ടൻസ് ആണ്. ഓക്കെ. അടുത്ത R0 എന്ന് പറഞ്ഞാൽ കോർ ലോസ് കമ്പോണന്റ് ആണ്. കോറിനുണ്ടാവുന്ന ലോസ് എന്തൊക്കെയാണ്? X0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് ആണ്. ഓക്കെ അല്ലേ? സോ ഇത്രയും വരച്ചതിന് ശേഷം ഇത്രയും വരയ്ക്കാൻ ചിരിക്കാൻ നോക്കട്ടെ. ഓക്കെ. സോ ഇനി എന്ത് ചെയ്യാം? ഇവിടുന്ന് നമ്മുടെ പ്രൈമറി വൈൻഡിങ് വരയ്ക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ പ്രൈമറി വൈൻഡിങ്. കണ്ടോ? ഈ പ്രൈമറി വൈൻഡിങ് മാത്രം മതിയായിരുന്നു ശരിക്കും. പിന്നെ എന്തിനാ ഈ സാധനങ്ങളൊക്കെ വരച്ചത്? ഇതൊക്കെ ഈ സാധാരണ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവുന്ന പവറിന്റെ ലോസുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ വെച്ചേക്കുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡറി വൈൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ, വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്. ഇവിടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്. പ്രൈമറി കോയിലിൽ കൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്. ഓക്കെ. അടുത്ത ഇനി അതേപോലെ ഇതാണ്ട് ഈ ഒഴുകുന്ന കറണ്ട് ഇങ്ങോട്ട് താഴോട്ട് പോണതാ ഈ കറണ്ട്. ഈ താഴോട്ട് പോണ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് I0. എന്താ വിളിക്കുക? I0 എന്ന് വിളിക്കും. ഈ ഒഴുകുന്ന കറണ്ട് I1 ആണ്. ഈ താഴോട്ട് പോണ കറണ്ടിനെ I0 എന്ന് വിളിക്കും. R0 തൊട്ട് X0 പോണ കറണ്ടിനെ I0 എന്ന് വിളിക്കും. ഇനി R0 പോണ കറണ്ട് നമ്മൾ IW എന്ന് വിളിക്കും. R0 പോകുന്ന കറണ്ട് നമ്മൾ IW എന്ന് വിളിക്കും. അതേപോലെ X0 പോകുന്ന കറണ്ട് Imu എന്ന് വിളിക്കും. R0 പോകുന്ന കറണ്ട് IW എന്ന് വിളിക്കും. X0 പോകുന്ന കറണ്ട് Imu എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ പ്രൈമറി കോയിൽ. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡറി കോയിലോട്ട് പോകാം. സെക്കൻഡറി കോയിലും ഇതേപോലാണ്, വളരെ സിമ്പിൾ ആണ്. ഇനി ഈ കറണ്ട് ഉണ്ടല്ലോ, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്ട് ഈ കറണ്ട് നമ്മൾ I2 ഡാഷ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? I2 ഡാഷ്. എന്താണെന്ന് അറിയാം അവിടെ? അതായത് ഈ ബാക്കി വരുന്ന കറണ്ടാണ് അപ്പുറത്തെ ഇൻഡക്ടറിലോട്ട് എന്ത് ചെയ്യുന്നത്? ഇൻഡക്ട് ആണ്. അടുത്ത സെക്കൻഡറി കോയിലില്ലേ, ആ സെക്കൻഡറി കോയിലോട്ട് ഇൻഡക്ട് ആണ് ഇതാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നത് നോക്കി, സെക്കൻഡറി കോയിലിലെ കറണ്ട് അല്ല, പക്ഷെ ഈ കറണ്ടിന്റെ ഈക്വൽ ആയിട്ടുള്ള കറണ്ടാണ് അപ്പുറത്തെ ഇൻഡക്ട് ആണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് I2 ഡാഷ്. I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ കറണ്ട് ആയിപ്പോ. I2 ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള സെക്കൻഡറിനെ റെപ്രസെന്റ് ചെയ്യുന്ന കറണ്ട്. ഇനി ഈ സാധനം ഇത് നമ്മുടെ സെക്കൻഡറി കോയിലാണ്. സെക്കൻഡറി കോയിലെങ്കിൽ വൈൻഡിങ് ഇല്ലടാ. സെക്കൻഡറി കോയിലും വൈൻഡിങ് ഇല്ലേ? ആ വൈൻഡിങ്ങിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? ഇത് R1 ആണെങ്കിൽ എന്തുമായിരിക്കും? ഇത് R2 ആയിരിക്കും. സെക്കൻഡറി കോയിലെങ്കിലും ലീക്കേജ് കറണ്ട് ഇല്ലടാ. ആ ലീക്കേജ് കറണ്ട് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? X2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാ? ഇതൊരു ലോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതൊരു ലോഡുമായിട്ട് കണ്ടു. ലോഡ് എന്ന് പറഞ്ഞാൽ V2. ഇവിടുത്തെ വോൾട്ടേജ് V1. ഓക്കെ ആണോ? ദിസ് ഈസ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എന്ത്? ട്രാൻസ്ഫോമർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ R1 എടുത്തു. R1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ്. അത് നേരെ ചെന്നിട്ട് നമ്മളൊരു X1 കണക്ട് ചെയ്തു. X1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലീക്കേജ് റിയാക്ടൻസ്. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ നേരെ ഇവിടെ കോർ ലോസുകളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നേരെ താഴ്ത്തുണ്ട്. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് I0. I0 രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് IW ഉം Imu ആയി.
ഓക്കെ അല്ലേ? ഇനി രണ്ടായിട്ട് പോയ ആൾക്കാർ, ഒന്ന് R0 ആണ്. R0 എന്ന് പറഞ്ഞാൽ കോർ ലോസ് കമ്പോണന്റ് ആണ്. അതേപോലെ രണ്ടാമത് പോയ സാധനം X0 ആണ്. X0 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് റിയാക്ടൻസ്. അല്ലേ? അപ്പൊ നമ്മൾ ലോസുകളെല്ലാം എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പ്രൈമറി വൈൻഡിങ് വരച്ചു, സെക്കൻഡറി വൈൻഡിങ് വരച്ചു. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇതേപോലെ R2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ്. X2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? സെക്കൻഡറി ലീക്കേജ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? ഇത് ലോഡാണ്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഈക്വലന്റ് സർക്യൂട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് വരയ്ക്കാൻ എല്ലാവരും തന്നെ ഒന്ന് വരച്ചു നോക്കുക. അതിനുശേഷം രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി വൈൻഡിങ്. ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിനെ റെഫർ ചെയ്യുന്ന ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കും. ഓക്കെ അല്ലെ? പ്രൈമറിനെ റെഫർ ചെയ്യുന്ന ഇക്വലന്റ് സർക്യൂട്ട്. അതായത് ഈ സർക്യൂട്ട് എല്ലാം കൂടെ ഈ സെക്കൻഡറി കിടക്കുന്ന എല്ലാരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പ്രൈമറിയിലോട്ട് കൊണ്ടുവരാൻ പോവാ. ഓക്കെ അല്ലെ? ഇക്വലന്റ് സർക്യൂട്ട് റെഫറിങ് പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡറിയിൽ കിടക്കുന്ന എല്ലാ കമ്പോണന്റുകളെയും നമ്മൾ നൈസിനെ എവിടെ കൊണ്ടുവരും? പ്രൈമറിയിലോട്ട് കൊണ്ടുവരും. അതെങ്ങനെയാണ്? വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യില് നോക്കാം. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് R0, R1. കുഴപ്പമുണ്ടോ? ഇല്ല. പ്രൈമറി വരയ്ക്കുവാണെ. രണ്ടാമത് X1 നേരത്തെ വരച്ചതാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത എന്ത് വരുന്നതാ? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലെ? ഒന്ന് R0യും ഇവിടെ എന്താണ്? X0യും അല്ലെ? ഓർമ്മയുണ്ടോ? ഇവിടം വരെ നമ്മൾ ഇവിടെ വരച്ച എക്സാക്ട് സാധനം, അപ്പുറത്ത് വരച്ചു. ഇനി ശ്രദ്ധിക്കുക, ഈ രണ്ട് കമ്പോണന്റുകളെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പ്രൈമറിയിലോട്ട് കൊണ്ടുവരാം. നമ്മൾ നേരത്തെ I2 കറണ്ട് അപ്പുറത്തുള്ളതാ, ഇതാണ് I2 കറണ്ട്. ഇപ്പുറത്തുള്ള I2 കറണ്ട് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് വിളിച്ചു? I2 ഡാഷ് എന്ന് വിളിച്ചില്ലേ? അതേപോലെ ഈ R2നെ ഇപ്പുറം കൊണ്ടുവരുമ്പോ നമ്മൾ അതിനെ R2 ഡാഷ് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. നോക്ക്, ഈ സാധനവും കൊടുത്താ ഇതിനകത്തോട് ചേർത്ത് വരയ്ക്കാൻ പോവാം. നോക്കോ. ഇനി ആരാ ഉള്ളത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു R2, അപ്പുറത്തിരുന്ന R2നെ കൊണ്ടുവരുവാണ്. അതെന്തായിട്ട് മാറും? R2 ഡാഷ്. അടുത്ത അപ്പുറത്തിരുന്ന ഇൻഡക്ടൻസ് കൊണ്ടുവരുവാണ്. അതെന്തായിട്ട് മാറും? X2 ഡാഷ്. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇനി ആരുണ്ട് ഇവിടെ? ഇനി ആരാ ഉള്ളത്? ബാക്കി ഇവിടെ ആരുണ്ട്? ലോഡുണ്ട്. ലോഡും കൂടെ റെപ്രസെന്റ് ചെയ്യാം. നോക്ക്, ബാക്കി ലോഡും കൂടെ ഉണ്ട് അല്ലേ? ലോഡും കൂടെ വരയ്ക്കുമ്പോ സംഗതി വശം നോക്കടാ. ഇവിടുത്തെ വോൾട്ടേജ് V1 അല്ലേ? ഇവിടുത്തെ കറണ്ട് I1 അല്ലേ? ഓക്കെ. ഇവിടുത്തെ കറണ്ട് എന്താണ്? I0. ഇത് IW. ഇത് Iµ. എടാ, ഇവിടെ ഇങ്ങോട്ട് മൊത്തം പ്രൈമറി അല്ലേ? ബാക്കി നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം പ്രൈമറി അല്ലേ? അപ്പൊ ഇങ്ങോട്ട് പോണ കറണ്ട് എന്തായിരിക്കും? അത് I2ലെ കറണ്ട് ആണ്. പക്ഷെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് I1ൽ, സോറി, പ്രൈമറിയിലാണ്. അപ്പൊ എന്ത് എഴുതുന്നത്? I2 ഡാഷ് എന്നെഴുതും. കണ്ടോ? I2 ഡാഷ് എന്നെഴുതും. അടുത്ത ഇത് R2 ഡാഷ് ആണ്. ഇത് X2 ഡാഷ് ആണ്. ഇതെന്താണ്? ഇത് V2 ആണ്. ഇത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ലോഡ്. ഇത് സോറി, V2 ഡാഷ്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ ഇക്വലന്റ് സർക്യൂട്ട്. Referring to referred to primary voltage. Equivalent circuit referred to primary voltage. Clear ആണോ? Equivalent circuit referred to primary voltage. Okay ആണോ? Okay. So ഇത് അബ്സല്യൂട്ട് ഇക്വലന്റ് സർക്യൂട്ട് ആണ്, എക്സാക്ട് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഇത് പക്കാണ്. ഓക്കെ. ഇതിനെ നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോവാണ്. അപ്രോക്സിമേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിക്കൂലേ, നെഗ്ലിജിബിൾ. അതേപോലെ ഇതിൽ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നെഗ്ലിജിബിൾ ചെയ്യാൻ പോകണം. നോക്കൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം പറയുന്ന കാര്യം, ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് യവനെ നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ഇരിക്കുന്ന R1ഉം R2നെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയാ? ഇതൊന്നും ഇങ്ങനല്ല ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഈ R2വിനെയും
R1നെയും ഒരേപോലെ അടുത്തടുത്ത് കണ്ടു ചെയ്യുന്നു. അപ്പൊ എന്താ അവിടെ സീരീസ് ആവത്തില്ല, നമുക്ക് പെട്ടെന്ന് അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ. അതുപോലെ X1നെയും X2നെയും സീരീസ് ആയിട്ട് കണ്ടു ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താവും, എളുപ്പമാവും. അതിനു വേണ്ടിയാ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം നമ്മൾ ഇവനെ ഇനി അറ്റത്ത് കൊണ്ടുവരും, R1നെയും R2'നെയും അടുത്തടുത്ത് കൊണ്ടുവരും, X1നെയും X2'നെയും അടുത്തടുത്ത് കൊണ്ടുവരും. അത്രേ ഉള്ള പരിപാടി. നോക്കൂ, വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ നമ്മുടെ ഈ പാരലായിട്ടിരിക്കുന്ന മര വരയ്ക്കുന്നു. ആരൊക്കെയത് R0യും X0യും. ഓക്കെ, ബാക്കി ഇനി ആരാ ഉള്ളത്? ഇനിയുള്ളത് R1 ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. R1ന്റെ തൊട്ടടുത്ത് നമ്മുടെ ഇപ്പുറത്തിരിക്കുന്നത് യവനെ എഴുതുന്നു ഇവിടെ. അപ്പൊ എന്ത് വരും ഇവിടെ? R1ന്റെ തൊട്ടടുത്ത് ആര്? R1ന്റെ തൊട്ടടുത്ത് ആര്? R1ന്റെ തൊട്ടടുത്ത് R2'. അടുത്ത് X1ന്റെ തൊട്ടടുത്ത് ആര്? X2'. ഓക്കെ ആണോ? R1ന്റെ തൊട്ടടുത്ത് R1', X1ന്റെ തൊട്ടടുത്ത് X2'. ഇനി ബാക്കി ആരാ ഉള്ളത്? ബാക്കി ഇനി ആരുമില്ല, ലോഡ് മാത്രമേ ഉള്ളൂ. ലോഡ് കണക്ട് ചെയ്യുന്നു. This is the approximate equivalent circuit. If primary referred to primary circuitന്റെ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഞാനിപ്പോ വരച്ചത്. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, യവനില്ലേടാ, ഇപ്പോ R1 R2 സീരീസ് ആയില്ലേ. അപ്പൊ ഈ സീരീസ് ആയിട്ടുള്ള R1നെ R2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് R01. അത് വിളിക്കും R01 എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഈ R1ന്റെ R2ന്റെയും ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് R01. എന്തുകൊണ്ട് ഇവിടെ 1 വന്നേ? ഇവിടെ 1 വന്നെന്നുള്ളത് പ്രൈമറി റെഫർ ചെയ്ത് നമ്മൾ വരച്ചത്, എല്ലാ സെക്കൻഡറിനെയും കൂടെ പ്രൈമറിയിലോട്ട് കൊണ്ടുവന്ന് വരച്ചതാണ് R02. സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്ത് വരച്ചായിരുന്നെങ്കിലോ R02 എന്ന് എഴുതിയേനെ. അപ്പൊ ഇതെന്തു ആയിരിക്കും? അപ്പൊ ഇതെന്തുവായിരിക്കും? X02. ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? X02. ഇനി R ഉം X ഉം കൂടെ കൂട്ടുമ്പോ ആ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ റിയാക്ടൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപെഡൻസ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്തിട്ട് നമ്മൾ പറഞ്ഞ പേരാണിത് X01. സോറി, Z0. ഇംപെഡൻസിനെ റെപ്രസെന്റ് Z അല്ലടാ, Z01 അല്ലെ, പ്രൈമറിയിൽ റെഫർ ചെയ്യുന്ന ഇംപെഡൻസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ലോഡ് ക്ലിയർ ആണോ? അപ്പൊ R1ഉം R2' കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് R01. X1ഉം X2' കൂടെ എടുക്കുമ്പോൾ X02. ഇനി R01ഉം X02 അല്ലടാ, X02 അല്ല, X01 ആണ്. സോറി, പ്രൈമറി റെഫർ ചെയ്ത് വരയ്ക്കുന്നില്ല. അപ്പൊ X01. അപ്പൊ R01ഉം X01 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കിട്ടുന്ന സാധനമാണ് ഇംപെഡൻസ് Z01. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാണ് എന്ത്? അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. നോക്കും, നമുക്ക് ഈ ഒരു R2'ന്റെയും X2'ന്റെയും ഒക്കെ വാല്യൂ, അല്ലെങ്കിൽ ഈ R0യുടെയും X0യുടെയും ഒക്കെ ഏകദേശം വാല്യൂ ഒരു ഐഡിയ വേണം. അപ്പൊ അത് ഐഡിയ കിട്ടാൻ വേണ്ടി ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കെയുടെ ടേംസിലാണ്. കെ വെച്ചിട്ടാണ് ഇതിന് എന്ത് ചെയ്യുക, ബന്ധം പറയാം. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കാൽക്കുലേഷൻ കൊണ്ട് കിടക്കണം. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. നമ്മള് R2'നും തമ്മിലുള്ള ബന്ധം അറിയണം, X2'നും തമ്മിലുള്ള ബന്ധം അറിയണം. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ സിമ്പിൾ ആണ്. അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. ഇനി നമ്മളിവിടെ R2', X2' ഒക്കെ എടുക്കല്ലേ. അപ്പൊ ഈ ശരിക്കുള്ള R2നും X2നും എന്ത് വ്യത്യാസമാണ് R2', X2' ഉള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് R2ന്റെയും R2'ന്റെയും ബന്ധം കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങളിത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൊടുക്കാം. വിയും ഐയും ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ബന്ധം പറഞ്ഞ കെ വെച്ചിട്ട്, ബിയും ഐയും ഒക്കെ ആണെങ്കിൽ അത് കെയുമായിട്ടാണ് കണക്റ്റഡ്. ആറും എക്സും, അതായത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒക്കെ ആണെങ്കിൽ ഇത് K² കണക്റ്റഡ്. വിയും ഐയും ഒക്കെ ആണെങ്കിൽ ഒന്നുകിൽ KDയും അല്ലെങ്കിൽ KDയും. ആറും എക്സും ആണെങ്കിൽ അവിടെ K²യും അല്ലെങ്കിൽ K². ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കാം, V2
V2-ന് V2 ഡാഷിന് V2 ആയിട്ടുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ ആക്ച്വലി പ്രൈമറിയിലോട്ടാണ് എല്ലാവരെയും കൊണ്ടുവരിക അല്ലെ. പ്രൈമറിയിലോട്ടാണ് എല്ലാവരെയും കൊണ്ടുവരിക. നമുക്കറിയാം ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ കെയുടെ വാല്യൂ 1 ആയിരിക്കുന്നതാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും അല്ലേ. നമ്മളിത് നേരത്തെ എഴുതിയായിരുന്നു. പ്രൈമറിയിലാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഇംപെഡൻസ് കുറവായിരിക്കും അല്ലേ. പ്രൈമറിയുടെ കേസിലാണെങ്കിൽ അവിടെ വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കുറവാണെങ്കിൽ എന്തായാലും കറണ്ടിന്റെ ഓപ്പോസിറ്റ് അല്ലേ. കറണ്ട് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഇൻഡക്റ്റൻസ് കുറവായിരിക്കും, ഇംപെഡൻസ് കൂടുതലായിരിക്കും. ഇനി സെക്കൻഡറിയുടെ കേസാണെങ്കിൽ നേരെ തിരിച്ച് സെക്കൻഡറിയുടെ വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഇംപെഡൻസ് കൂടുതലായിരിക്കും, റിയാക്ടൻസ് കൂടുതലായിരിക്കും, ഇംപെഡൻസ് കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ സെക്കൻഡറിയിൽ കിടന്ന V2-നെ നമ്മൾ പ്രൈമറിയിലോട്ട് കൊണ്ടുപോയി. സെക്കൻഡറിയിൽ കിടന്ന V2-നെ പ്രൈമറിയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ സെക്കൻഡറിയിൽ V1 ഇത് കൂടുതലായി, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണ്, പ്രൈമറിയിൽ എന്ത് ചെയ്യണം, വോൾട്ടേജ് കുറയണം. പ്രൈമറിയിൽ എന്ത് ചെയ്യണം, വോൾട്ടേജ് കുറയണം. വോൾട്ടേജ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് കുറയുന്നത്. V2-നകത്ത് ഇൻഡു ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടുകയല്ലേ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കുറയും. ക്ലിയർ. I1 ഡാഷും I2 ഡാഷും I2 ഡാഷ് നമ്മൾ എന്താ ചെയ്തത്, സെക്കൻഡറിയിൽ കിടന്ന I2-നെയാണ് ഇവിടെ കൊണ്ടുപോയത്, പ്രൈമറിയിലോട്ട് കൊണ്ടുപോയത്. സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരുന്നു, പ്രൈമറി എന്ത് ചെയ്തു, കറണ്ട് കൂടും. കറണ്ട് കൂടുവാണെങ്കിൽ ഇൻഡു ആണ് ചെയ്യുക, ഇൻഡു കയറും. കണ്ടല്ലോ, I2 ഡാഷ് ഈസ് ഈക്വൽ ടു I2 ഇൻഡു കെ, V2 ഡാഷ് ഈസ് ഈക്വൽ ടു V2 ബൈ കെ. R2 ഡാഷും R2 ശ്രദ്ധിക്കുക. R2 ഡാഷ് എന്ന് പറഞ്ഞപ്പോൾ R2 ഇത് സെക്കൻഡറി കിടന്നപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരുന്നു, റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ എന്താ ചെയ്യുക, ഡിവൈഡ് ബൈ. അതേപോലെ X2 സെക്കൻഡറിയിൽ കൂടുതലായിരുന്നു, പ്രൈമറിയിൽ കുറവാണെങ്കിൽ X2 ബൈ. ഇതാണ് നോക്കണം. പ്രൈമറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരച്ചപ്പോ ഇതിനെല്ലാം അങ്ങ് പ്രൈമറിയിലോട്ട് കൊണ്ടുപോയി. അപ്പോ സെക്കൻഡറി ആയിട്ട് ബന്ധപ്പെട്ട് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ എല്ലാം എവിടെ കൊണ്ടുപോകണം, സെക്കൻഡറിയിൽ കൊണ്ടുപോകണം. അതായത് ഈ പ്രൈമറിക്കകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നൈസിനെ എവിടെ കൊണ്ടുപോകും, സെക്കൻഡറിക്കകത്തോടെ എന്ത് ചെയ്യും, കൊണ്ടുപോകും. വളരെ സിമ്പിളാണ്. നോക്കണം. നമ്മള് സെക്കൻഡറിയിലുള്ള ഒരു സാധനത്തിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവന്നപ്പോ R2 എന്തായിട്ട് മാറി, R2 ഡാഷ് ആയി. X2 എന്തായിട്ട് മാറി, X2 ഡാഷ് ആയി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, R1-നെ സെക്കൻഡറിയിലോട്ട് കൊണ്ടുപോകാൻ പോകും. അപ്പൊ എന്താവും, R1 ഡാഷ് ആണ്. വളരെ സിമ്പിൾ. നോക്ക്, വളരെ സിമ്പിൾ ആണ്. നോക്ക്, എന്തുകൂടെ പറയുന്നേ, ഇക്വലന്റ് സർക്യൂട്ട് refer to secondary. Equivalent circuit refer to secondary. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യാ, ഫസ്റ്റ് നമ്മള് നമ്മുടെ പ്രൈമറിയിലുള്ള ആൾക്കാരെ അങ്ങ് വരയ്ക്കാം. പ്രൈമറിയിലുള്ള ആൾക്കാർ ആരൊക്കെയാ, R1 ഉണ്ടല്ലേ, പക്ഷെ സെക്കൻഡറിയിലോട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നേ. അപ്പൊ R1 ഡാഷ്. അടുത്ത X1 ഉണ്ടല്ലേ, അത് X1 ഡാഷ് ആയിരിക്കും. സിമ്പിൾ. അടുത്ത താഴോട്ട് പോണ കറണ്ട് ഏതാ, I0 ഡാഷ്. എല്ലാത്തിലും ഡാഷ്. പ്രൈമറിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാർക്ക് എല്ലാം ഒരു ഡാഷ് കൊടുക്കും. അടുത്ത ഇത് ഏത് കറണ്ടാ, IW ഡാഷ്. ഇത് ഏത് കറണ്ടാ, IμU ഡാഷ്. ഇവിടെ ആരാ ഉള്ളത്, R0 ഡാഷ്. ഇവിടെ ആരാ ഉള്ളത്, X0 ഡാഷ്.
ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണോ? ഇതാണ് നമ്മൾ പ്രൈമറിയിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാർ. ഇനി ബാക്കി ആരൊക്കെ ഉള്ളത്? സെക്കൻഡറിയിൽ നേരത്തെ ഉള്ള ആൾക്കാരാണ് R2, നേരത്തെ ഉള്ള ആൾക്കാരാണ് X2, നേരത്തെ ഉള്ള ആൾക്കാരാണ് ലോഡ്. ഓക്കെ അല്ലേ? ജോയിൻ ചെയ്യാം. ഇവിടെയുള്ള കറണ്ടാണ് I2, ഇവിടെയുള്ള കറണ്ടാണ് I1 ഡാഷ്. പ്രൈമറി എന്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അതിലെല്ലാം എന്ത് ചെയ്യുക? ഡാഷ് ഇടുക. വളരെ സിമ്പിൾ ആണ്. ഇനി എന്ത് ചെയ്യാം? ഇതാണ് എക്സാക്ട് സർക്യൂട്ട്. ഓക്കെ അല്ലേ? ഇതിനാണ് എക്സാക്ട് സർക്യൂട്ട്. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് എക്സാക്ട് സർക്യൂട്ട് അല്ല, നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് തമ്മിലുള്ള ബന്ധമൊക്കെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? യവനെ അങ്ങ് പിടിച്ച് എന്ത് ചെയ്യുക? ആദ്യം കൊണ്ടുവന്ന് വെക്കുക. R1നെയും R2നെയും ഒരുമിച്ച് കൊണ്ടുവരും. X1നെയും X2നെയും ഒരുമിച്ച് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? പരസ്പരം ബന്ധം എഴുതുക. ഓക്കെ ആണോ? ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ അപ്രോക്സിമേറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോകണം. അപ്രോക്സിമേറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ ബ്രാഞ്ചിലായിട്ട് വരുന്നവനെ അങ്ങ് പിടിച്ച് ഫസ്റ്റ് എഴുതും. ഫസ്റ്റ് എഴുതി. ഓക്കെ അല്ലേ? ഇത് I0 ഡാഷ്, IW ഡാഷ്, IMU ഡാഷ്, ഇത് R0 ഡാഷ്, X0 ഡാഷ്. ഓക്കെ. ഇനി എവിടെ നേരത്തെ ഉള്ളവനായിരുന്നു R1 ഡാഷ്, അവന്റെ അടുത്ത് നമ്മൾ ആരെ പിടിച്ചിരുത്തി? R2നെ പിടിച്ചിരുത്തി. നേരത്തെ ഉള്ളവനായിരുന്നു X0 ഡാഷ്, അവന്റെ അടുത്ത് ആരെ പിടിച്ചിരുത്തി? X0നെ പിടിച്ചിരുത്തി. ഇനി ബാക്കി ആരാ ഉള്ളത്? ബാക്കി ആരും ഇല്ല. ബാക്കി കുറച്ച് ലോഡേ ഉള്ളൂ. ലോഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതാണ് I1 ഡാഷ്. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ R1നെയും R2നെയും ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ പ്രൈമറിയിലായിരുന്നപ്പോ നമ്മൾ അതിനെ R01 എന്ന് വിളിച്ചു. അത് പ്രൈമറി റെഫർ ചെയ്താ വരച്ചേ. അപ്പൊ നമ്മൾ സെക്കൻഡറി റെഫർ ചെയ്താ വരയ്ക്കുന്നത്. അപ്പൊ അതിനെന്ത് വിളിക്കും? R02 എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും? X02 എന്ന് വിളിക്കും. ഇത് രണ്ടെണ്ണം ചേർത്ത് എന്ത് വിളിക്കും? Z02 എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ദിസ് ഇസ് ലോഡ്. ഓക്കെ ആണോ? ഓക്കെ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് സർക്യൂട്ട്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കാം. തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, ഇത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ്, അതായത് പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇത് ആദ്യമേ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അങ്ങ് ഉണ്ടാവില്ല. നോക്കടാ, പ്രൈമറി സൈഡ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൈഡ് അങ്ങനെയാണ് പറയാം. വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് കറണ്ട് കൂടും. കറണ്ട് ഒരുപാട് ഒഴുകണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റിസൾട്ട് കുറവായിരിക്കും. സെക്കൻഡറി സൈഡിൽ ഹൈ വോൾട്ടേജ് സൈഡ് എന്ത് പറ്റും? വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, എക്സ് കൂടുതലായിരിക്കും, സ്റ്റെപ്പ് കൂടുതലായിരിക്കും. ഓക്കെ ആണ്. അതിന് നമുക്ക് ഓരോന്നായിട്ടുള്ള ബന്ധം നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ പറയട്ടെ. എക്സ് നമുക്ക് തമ്മിലുള്ള ബന്ധം നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ പ്രൈമറി എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് സൈഡാണ്. അതായത് നമ്മൾ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറവും, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുതലും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടും. പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കുറവാണെങ്കിൽ നമുക്കറിയാം കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഇംപെഡൻസ് കുറവായിരിക്കും. ഓക്കെ ആണോ? അടുത്തത് വോൾട്ടേജ് തിരിച്ച് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. കറണ്ട് കുറവാണെങ്കിൽ കറണ്ട് കുറവെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോ ഇംപെഡൻസ് കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? അതിന് ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഓരോന്നിന്റെ ബന്ധം നിങ്ങൾ ആലോചിച്ചു. നമ്മൾ പ്രൈമറിയിൽ ഇരുന്ന V1 ഡാഷിനെ നമ്മൾ കൊണ്ടുപോയി. പ്രൈമറിയിൽ ഇരുന്ന V1നെ നമ്മൾ സെക്കൻഡറിയിൽ കൊണ്ടുപോയി. പ്രൈമറിയിൽ ഇരുന്ന V1നെ നമ്മൾ നേരെ കൊണ്ടുപോയി സെക്കൻഡറിയിൽ കൊണ്ടുപോയി.
പ്രൈമറി ഇരുന്ന V1 സെക്കൻഡറിയിൽ കൊണ്ടുപോയപ്പോ V1 വാല്യൂ എന്ത് ചെയ്തു? പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരുന്നു, സെക്കൻഡറി എന്ത് ചെയ്തു? വോൾട്ടേജ് കൂടി. വോൾട്ടേജ് എന്ത് ചെയ്തു? കൂടി. കൂടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, വിയും ഐയും ഒക്കെ ആണെങ്കിൽ കെ വട്ടത്തിലേക്ക് ഇടാം, ആറും എക്സും ഒക്കെ ആണെങ്കിൽ അത് K² വട്ടത്തിലേക്ക്. ഓക്കെ, അപ്പോ പ്രൈമറിയിൽ ഇരുന്ന കുറഞ്ഞ വോൾട്ടേജ് സെക്കൻഡറി കൊണ്ടുപോകുന്നത് എന്ത് ചെയ്തു? കൂടി. V1 സെക്കൻഡറി കൊണ്ടുപോയതല്ലേ, അപ്പൊ കൂടി കഴിഞ്ഞാൽ ഇൻറ്റു ആണ് എടുക്കണം ചെയ്യാം. അപ്പോൾ ഇൻറ്റു V1 ഇൻറ്റു K കിട്ടും. V1 ഈക്വൽ ടു V1 ഇൻറ്റു K കിട്ടും. അടുത്ത ആലോചിച്ച് കൂടാം. ഇവിടെ I1 കൂടുതൽ, പ്രൈമറി ഇരുന്ന I1 എന്തായാലും കൂടുതൽ, സെക്കൻഡറി കൂടുതൽ എന്തായി? I1 ഡാഷ് എന്ത് കുറയും അല്ലെ? പ്രൈമറിന്ന് സെക്കൻഡറിയിലോട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറയും. അപ്പൊ കുറയുമ്പോ ഇൻറ്റു K ആണോ ഡിവൈഡ് ബൈ K? ഡിവൈഡ് ബൈ K ആയിരിക്കും. അടുത്ത I0 ഡാഷ് ഏതാടാ? ഈ താഴോട്ട് ഇറങ്ങി പോണതാ, ഈ കറണ്ടാണ് I0 എന്ന് പറയുന്നത്. ഇത് I0 ഡാഷ്. ഓക്കെ അല്ലേ? അപ്പൊ I0 ഡാഷ് സെയിം അവസ്ഥ. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വരുന്ന കറണ്ടാണ്, അത് കൂടുതലായിരുന്നു. സെക്കൻഡറി കുറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. കറണ്ടെല്ലാം സെയിം തന്നെ. സെക്കൻഡറിലോട്ടൊന്ന് കുറഞ്ഞു, ഡിവൈഡ് ബൈ K. ഇതും സെക്കൻഡറിലോട്ടൊന്ന് കുറഞ്ഞു, ഡിവൈഡ് ബൈ K. R1 ആയിരുന്നു, R1 ഡാഷ്. പ്രൈമറിയില് റെസിസ്റ്റൻസ് കുറവാണ്, സെക്കൻഡറി ഒന്നും ചെയ്തു കൂടും. റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ റെസിസ്റ്റൻസ് എന്തുകൊണ്ടല്ലോ K². അപ്പൊ ഇത് എന്ത് വരണം? R1 ഡാഷ് ഈക്വൽ ടു R1 ഇൻറ്റു K². X1 ഡാഷ് ഈക്വൽ ടു X1 ഇൻറ്റു K². അതേപോലെ R0 X0 എല്ലാം സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്രാൻസ്ഫോമറിനകത്തുള്ള പ്രധാനപ്പെട്ട ലോസസിനെ പറ്റി നോക്കാം. ഓക്കെ, പ്രധാനമായിട്ട് ട്രാൻസ്ഫോമറിനകത്ത് എവിടെയൊക്കെയാണ് ലോസ് ഉണ്ടാവുക എന്ന് നോക്കാം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ലോസ് കോർ ലോസ് ആണ്. ട്രാൻസ്ഫോമറിന്റെ കോറിനകത്തുണ്ടാകുന്ന ലോസ്. ഈ കോർ ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓർ അയൺ ലോസ് വിളിക്കാറുണ്ട്. കോർ ലോസ് കോൺസ്റ്റന്റ് ലോസ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അയൺ ലോസ്. അപ്പൊ കോർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞാലും അയൺ ലോസ് എന്ന് പറഞ്ഞാലും ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ കോർ ലോസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാം? കോർ ലോസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹിസ്റ്ററിസിസ് ലോസും അതേപോലെ എഡി കറന്റ് ലോസും. കോർ ലോസ് ടൈപ്പ് ഉണ്ട്, ഹിസ്റ്ററിസിസും എഡി കറന്റ്. നമ്മൾ പ്ലസ് 2 പഠിച്ചത് എന്താണ്? മാഗ്നറ്റിസിറ്റി കാരണം ഉണ്ടാകുന്ന ലോസ് ആണ് ഹിസ്റ്ററിസിസ്. എഡി കറന്റ് കോറിൽ കൂടെ മാഗ്നറ്റിക് പാസിംഗ് ഉണ്ടാകുന്ന ഒരു റിട്ടേൺ കറന്റ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് എഡി കറന്റ്. ഓക്കെ, സോ എഡി കറന്റ് കാരണം ഹിസ്റ്ററിസിസ് കാരണം രണ്ട് ടൈപ്പ് ലോസ് ഉണ്ടാകും കോറിന്. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ലോസ്. നമ്മൾ ലോഡ് വെക്കുന്നതിനനുസരിച്ച് മാറൂല, ലോഡ് വെക്കുന്നതിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി, ടു റെഡ്യൂസ് എഡി കറന്റ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലാമിനേറ്റ് കോയിൽസ് യൂസ് ചെയ്യാം. എഡി കറന്റ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടി സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ടുള്ള ലാമിനേറ്റഡ് കോയിൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സപ്പോസ് ഇതാണ് നമ്മുടെ കോയിൽ എന്ന് വിചാരിക്കുക. ഇത് ഒറ്റ പീസ് അല്ലേ? ഇതിങ്ങനെ ഒറ്റ കട്ടിയുള്ള പീസ് എടുക്കാണ്ട് പല പീസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. നോക്കെ, ഇതേപോലെ ഇങ്ങനെ ഒരുപാട് പീസുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാകും കോയിൽസ് ഉണ്ടാകും. ഇതേപോലെ ഒരുപാട് പീസുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടാകും കോയിലുണ്ട്. അതിനാണ് ലാമിനേറ്റഡ് കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ലാമിനേറ്റഡ് കോയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എഡി കറന്റിനെ തടയാൻ പറ്റും, എഡി കറന്റ് ലോസിനെ തടയാൻ പറ്റും. അതേപോലെ ഇറ്റ് ഈസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ഫ്ലെക്സ്. ഓക്കെ, ഫ്ലെക്സ് ആയിട്ട് മാത്രം ഈ ഒരു കോർ ലോസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിന് ഡിപെൻഡന്റ് ആണ്. ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ ഫ്ലെക്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ലോസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഈ ഒരു ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രമാത്രം ഇവിടെ നമുക്ക് പവർ ലോസ് ആകുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, OC ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആണ്.
ട്രാൻസ്ഫോമർ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലോസ് ആണ് കോർ ലോസ്. ഈ കോർ ലോസ് പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണം അത് ഫ്ലക്സ് ആണ് പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? വോൾട്ടേജ് ആണ്. വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യാറില്ല, മാറ്റാറില്ല. പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ മാറ്റാറുണ്ടോ? ഇല്ല. പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജ് മാറുവാണെങ്കിൽ അതിനനുസരിച്ച് കോർ ലോസ് മാറും. എല്ലാ സമയം മൊത്തം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ കോർ ലോസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഹിസ്റ്റെറിസിസും എഡി കറന്റ് ലോസും. ഓക്കെ അല്ലേ? ഹിസ്റ്റെറിസിസും എഡി കറന്റ് ലോസും. ഓക്കെ. ഇനി ഈ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചുള്ള ലാമിനേറ്റ് കോയിൽസ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇത് ഓൺലി ഫ്ലെക്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ലോസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി കോർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓപ്സിറ്റ് ടെസ്റ്റ് അഥവാ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നടത്തുക. ഓക്കെ ആണോ? കോപ്പർ ലോസ്. കോപ്പർ ലോസ് കണ്ടുപിടിക്കുന്ന പേരാണ് ഓമിക് ലോസ് എന്ന് വിളിക്കും. ഇത് വിളിക്കും ഓമിക് ലോസ് എന്ന് വിളിക്കും. അതായത് ഓംസ് ലോ പ്രകാരം ഉണ്ടാകുന്ന ഹീറ്റാണ് ഐ സ്ക്വയർ ആർ ലോസ് എന്ന് പറയും. ഐ സ്ക്വയർ ആർ ലോസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ വേരിയബിൾ ലോസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ലോസ് ആണ്, രണ്ട് ലോസ് ആണുള്ളത്, അയൺ ലോസ്, കോപ്പർ ലോസ്. അപ്പൊ നേരത്തെ പറഞ്ഞ ലോസ് കോൺസ്റ്റന്റ് ആണ്, ഇത് ലോഡ് അനുസരിച്ച് മാറില്ല. പക്ഷെ ഈ ഒരു കോപ്പർ ലോസ് എന്നുള്ള സാധനം ലോഡ് അനുസരിച്ച് എന്ത് ചെയ്യും? മാറും. ഡിപ്പെൻഡ്സ് ഓൺ ലോഡ് ആണ്. കണ്ടോ? ഡിപ്പെൻഡ്സ് ഓൺ ലോഡ് ആണ്. കണ്ടോ? അതായത് ശ്രദ്ധിക്കുക, ഒരു ട്രാൻസ്ഫോമറിനകത്ത് മൊത്തം ഉണ്ടാകുന്ന കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് I1 സ്ക്വയർ R1 പ്ലസ് I2 സ്ക്വയർ R1. അതായത് നമ്മൾ ട്രാൻസ്ഫോമർ വരച്ചപ്പോൾ, നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമർ വരച്ചപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു R1 ഉണ്ടായിരുന്നു, അതേപോലെ I1 എന്ന് പറഞ്ഞ കാരണം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമർ വരച്ചപ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൻഡിങ് ഉണ്ടായിരുന്നു, അതേപോലെ I1 എന്ന് പറഞ്ഞ കാരണം ഉണ്ടായിരുന്നു. ഇവിടെ I2 എന്ന് പറഞ്ഞ കാരണമുണ്ട്, R2 എന്ന് പറഞ്ഞ വൈൻഡിങ് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ വൈൻഡിങ്ങിലുള്ള കോപ്പർ കാരണം ഉണ്ടാകുന്ന ലോസ് ആണിത്, ഈ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ I സ്ക്വയർ ആണ്. അപ്പൊ എവിടെയൊക്കെ വൈൻഡിങ് ഉണ്ട്? ഇവിടെ വൈൻഡിങ് ഉണ്ട്, ഇവിടുത്തെ വൈൻഡിങ് R1. അപ്പൊ എന്ത് വരും? I1 സ്ക്വയർ R1 പ്ലസ് ഇവിടുത്തെ വൈൻഡിങ് R2, I1 സ്ക്വയർ R2. ടോട്ടൽ കോപ്പർ ലോസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ടോട്ടൽ കോപ്പർ ലോസ് എങ്ങനെ പറയാൻ പറ്റും? ഇവിടുത്തെ മൊത്തത്തിലുള്ള കോപ്പർ ലോസ് നമ്മൾ പറയുന്നത് I1 സ്ക്വയർ R1 പ്ലസ് I2 സ്ക്വയർ R2 പറയും. I1 സ്ക്വയർ R1 പ്ലസ് I2 സ്ക്വയർ R2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, I1 സ്ക്വയർ ഇൻറ്റു R01. അതെന്തുകൂടെ R01 തന്നെ നോക്കടാ. നമ്മൾ പ്രൈമറി ഡിപ്പെൻഡ് ചെയ്ത് വരച്ചില്ലായിരുന്നു. പ്രൈമറി ഡിപ്പെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഒരു കറണ്ടിലുള്ള I1, ഇവിടുത്തെ ബാക്കിയുള്ള റെസിസ്റ്റൻസിന്റെ അകത്ത് തുകയാണ് R0. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? കോപ്പർ ലോസിനെ I1 സ്ക്വയർ ഇൻറ്റു R01 എന്ന് പറയാം. അല്ലെങ്കിൽ സെക്കൻഡറി ഡിപ്പെൻഡ് ചെയ്ത് വെച്ചപ്പോൾ എങ്ങനെ വരുന്നത്? I2 ഇൻറ്റു R02 എന്ന് പറയാം. അതായത് സെക്കൻഡറി ഡിപ്പെൻഡ് ചെയ്ത് വരയ്ക്കും. അതായത് കണ്ടോ? R02. ഇവിടെ നമുക്ക് I2 ഇൻറ്റു R02 എന്ന് പറയാം, അല്ലെങ്കിൽ I1 ഇൻറ്റു I1 സ്ക്വയർ ഇൻറ്റു R01 എന്ന് പറയാം. ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ മൊത്തമുള്ള കോപ്പർ എവിടെ കൊണ്ടോ അതിന്റെ സം എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ടല്ലോ, ഇക്വലന്റ് സർക്യൂട്ട് എടുക്കുക. ഇക്വലന്റ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ I1 സ്ക്വയർ R01 ആണോ അല്ലെങ്കിൽ I2 സ്ക്വയർ R02 ആണോ അത് ഓക്കെ ആണോ? ഇനി കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, SC ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫിഷ്യന്റ് ഇക്വേഷൻ നോക്കാം. എഫിഷ്യന്റ് ഇക്വേഷൻ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇതാണ് എഫിഷ്യന്റ് ഇക്വേഷൻ. ഒരു ട്രാൻസ്ഫോമർ സംഭവിച്ച് നമുക്കറിയാം, അതിന്റെ പവർ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിട്ട് അതിന്റെ പവർ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ഒരു പവർ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഐഡിയൽ കേസിൽ എപ്പോഴാണ്? ഐഡിയൽ കേസിൽ. പക്ഷെ ഇവിടെ ഒരുപാട് നമ്മൾ ലോസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഒരുപാട് ടൈപ്പ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഐഡിയൽ അല്ലാത്ത കേസിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ അല്ല, സാധാരണ ട്രാൻസ്ഫോമറിൽ ലോസ് ഉണ്ടാവാറുണ്ട്. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവറിന് പകരം ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് അല്ലേ? ഔട്ട്പുട്ട് പവറിന്റെ കൂടെ ലോസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ട് പവർ കൊടുക്കും. ഇൻപുട്ട് പവർ കൊടുക്കുമ്പോൾ കുറെ ലോസ് ഉണ്ടാവും. അപ്പോഴാണ് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് പവർ കിട്ടുക. ഈ ലോസും ഔട്ട്പുട്ട് പവറോട് കൂട്ടി കഴിഞ്ഞാൽ ഇൻപുട്ട് പവറിലേക്ക് നമ്മൾ ഒരു ടേമിലോട്ട് കൊണ്ടുവരാൻ നോക്കണം. അപ്പോ ഈ നമുക്ക് ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ സോറി ഈ എഫിഷ്യൻസിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഔട്ട്പുട്ട് പവറെ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ വരെ എന്ത് എഴുതാം? ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് എന്ന് എഴുതി കൂടെ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസ് എന്ന് എഴുതി കൂടെ. അപ്പൊ ശരിക്കും എന്ത് എഴുതാം? ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഔട്ട്പുട്ട് പവർ എന്താ? ഔട്ട്പുട്ട് പവർ എന്താ? നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താണ്? വി ഐ ആണ്. ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് പവർ നമ്മൾ എഴുതും V2. പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവർ ആയിരുന്നു V2 I2 into cos phi എന്ന് പറയും. പവർ ഫാക്ടർ ആണ്. സോ V2 I2 into cos phi ആണ് ഔട്ട്പുട്ട് പവർ. ഇനി ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസ് അല്ലേ? ഔട്ട്പുട്ട് പവർ എന്താ? V2 I2 ഡിവൈഡ് ബൈ cos phi പ്ലസ് ലോസ്. എന്തൊക്കെ ലോസ് ആണ് ഉള്ളത്? ഒന്ന് അയൺ ലോസ് ഉണ്ട്, അതേപോലെ ഒന്ന് കോപ്പർ ലോസ് ഉണ്ട്. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ലോസ് പ്ലസ് കോപ്പർ ലോസ്. അയൺ ലോസ് നമ്മൾ PI എന്ന് എഴുതും, കോപ്പർ ലോസ് നമ്മൾ PCU എഴുതും. ഓക്കെ അല്ലേടാ? ക്ലിയർ ആണോ? ഇനി അയൺ ലോസ് നോക്കി, അയൺ ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓസ് ടെസ്റ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? അത് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതാ നമ്മുടെ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം. I² ആണ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതുന്നു, I2² into R0. എന്തുകൊണ്ടാണ് നമ്മൾ I2 എടുത്തത്? ഇവിടെ എല്ലാം എന്തിന്റെ ടേംസിലാണ് കിടക്കുന്നത്? I2യുടെ ടേംസിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് I2ന്റെ ടേംസിൽ I2² into R0. നേരത്തെ പറഞ്ഞു കോപ്പറിന്റെ ഇക്വേഷൻ കിടക്കുന്നു. കോപ്പറിന്റെ ഇക്വേഷൻ I2² R02 എന്നും എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? സോ എഫിഷ്യൻസി അറ്റ് ഫുൾ ലോഡ്, ഫുൾ ലോഡിനകത്തുള്ള എഫിഷ്യൻസി എന്ത് പറയാൻ പറ്റും? I20 into R02 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇത് ഫുൾ ലോഡാണ്. ഫുൾ ലോഡ് ഇടുമ്പോഴുള്ള എഫിഷ്യൻസിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇനി എഫിഷ്യൻസിയുടെ X% ഓഫ് ലോഡ് നമ്മൾ ഫുൾ ലോഡ് ഇടുന്നില്ല. ഒരു സെക്കൻഡ് പെർസെന്റ് പകുതി ലോഡോ അല്ലെങ്കിൽ മുക്കാൽ ലോഡോ ഇടുന്നുള്ളൂ വിചാരിക്കാം. ഫുൾ ലോഡ് നമ്മൾ ഇടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ അത് എക്സ് ഇൻറ്റു ചെയ്തുകൊണ്ടാവും. ഇവിടെ ഔട്ട്പുട്ട് പവറിനോട് എക്സ് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പൊ താഴെയും മുകളിലും ഒരു എക്സ് ഇൻറ്റു കൊടുക്കുക. അതേപോലെ തന്നെ ഈ കോപ്പർ പവർ ഉണ്ടല്ലോ, അവിടെ ഒരു S² ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ പെർസെന്റേജ്. എക്സ് എന്ന് വെച്ചാൽ അവിടെ 50%, 25% പറയില്ലേ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ V2 I2 cos phi into ഇത് ഔട്ട്പുട്ട് പവർ ആണ് അല്ലേ? അതിന്റെ കൂടെ എന്ത് ചെയ്യാം? എക്സ് ഇൻറ്റു ചെയ്യാം. അടുത്ത ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പവർ I2 cos phi, അതിലൂടെ എന്ത് ചെയ്യുക? എക്സ് ഇൻറ്റു ചെയ്യുക. പ്ലസ് ലോസ് എന്തൊക്കെയാ? അയൺ ലോസും കോപ്പർ ലോസും. ഈ കോപ്പർ ലോസിന്റെ കൂടെ X² ചെയ്യുക. I2 വന്നിട്ടെല്ലാം എക്സ് ഇൻറ്റു ചെയ്യാം. ഇവിടെ I2 വന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എക്സ് ഇൻറ്റു ചെയ്തത്. ഇവിടെ I2 വന്നില്ലേ, അതുകൊണ്ടാണ് നമ്മൾ എക്സ് ഇൻറ്റു ചെയ്തത്. ഇവിടെ എന്തോ വന്നേ? കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് പറഞ്ഞു നോക്കെ? I2² ആണ്. അതുകൊണ്ട് നമ്മൾ X² ചെയ്തു. ഇത്രയുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? ഇപ്പൊ X%-നകത്തുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? I2 ഉള്ളിടത്തെല്ലാം എക്സ് വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഫുൾ ലോഡ് കണ്ടീഷനിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 വെച്ചിരിക്കുന്നത് സംഭവിക്കരുത്. 50% ലോഡ് കണ്ടീഷനിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. എപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും മാക്സിമം എഫിഷ്യൻസി കിട്ടുക? നമുക്കറിയാം, നമുക്കൊരു ഇക്വേഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവിനെ dx/dt നമ്മൾ 0 ഇൻഡിക്കേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂ കിട്ടും. അവിടെ പഠിച്ചു, +2 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് പഠിച്ചു. അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നോക്കണം. നമ്മൾ എഫിഷ്യൻസിന്റെ എന്തെടുക്കുക? എഫിഷ്യൻസിന്റെ എന്തെടുക്കുക? ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് എഫിഷ്യൻസി
I2 ബേസിൽ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. നിങ്ങൾ ഈ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഓക്കെ, മറ്റേ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. അപ്പൊ ഡെറിവേറ്റീവ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം കോഷ്യൻ റൂളൊക്കെ എടുത്ത ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഇങ്ങനെ സാധനം കിട്ടും. PI is equal to I2 square into R02. ഈ I2 square into R02 എന്ത് വേണം? I2 square into R02 എന്ത് വേണം? അത് PCU അല്ലേടാ? PCU അല്ല. അതായത് നിങ്ങൾക്ക് അവസാനം PI is equal to PCU എന്ന് കിട്ടും. അതായത് അയൺ ലോസ് is equal to കോപ്പർ ലോസ് എന്ന് കിട്ടും. അതായത് നമ്മുടെ അയൺ ലോസും കോപ്പർ ലോസിന്റെ വാല്യൂ ഈക്വൽ ആവുന്ന സമയത്താണ് എന്ത് കിട്ടുക? മാക്സിമം എഫിഷ്യൻസി കിട്ടുക. സോ ട്രാൻസ്ഫോർമറിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുക അയൺ ലോസിന്റെയും കോപ്പർ ലോസിന്റെ വാല്യൂ ഈക്വൽ ആവുന്നതാണ്. അയൺ ലോസിന്റെ കോപ്പർ ലോസിന്റെ വാല്യൂ ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ഓക്കെ അല്ലേ? ഇനി ലോഡ് അറ്റ് വിച്ച് മാക്സിമം എഫിഷ്യൻസി കൊടുക്കുക. ഏത് ലോഡിലാണ് മാക്സിമം എഫിഷ്യൻസി കൊടുക്കുക? ഓക്കെ അല്ലേ? ഫുൾ ലോഡിലാണോ, ഹാഫ് ലോഡിലാണോ? ഇപ്പൊ ഫുൾ ലോഡാണെങ്കിൽ നമ്മൾ എക്സിന്റെ വാല്യൂ 1 കൊടുക്കും, ഹാഫ് ലോഡാണെങ്കിൽ 0.5 കൊടുക്കും പറഞ്ഞില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കറിയാം അയണിന്റെ ലോസും കോപ്പറിന്റെ ലോസും ഈക്വൽ ആവുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. ഇനി നമ്മൾ ലോഡ് മാറ്റുമ്പോൾ X% ലോഡ് ആക്കുമ്പോൾ അവിടെ എന്താ വ്യത്യാസം വരുന്നത്? അയണിന്റെ ലോസ് PI തന്നെ മാറ്റില്ല, കോൺസ്റ്റന്റ്. പക്ഷെ ലോഡ് മാറുമ്പോൾ X² വെച്ചിട്ട് എന്ത് മാറും? കോപ്പർ ലോസ് മാറും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അയൺ ലോസ് ഈക്വൽ ടു X² into PCU എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫുൾ ലോഡിന്റെ കണ്ടീഷനിൽ X² 1 ആയി പോകും. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക ലോഡിലാണ് ഉള്ളതെങ്കിൽ അപ്പൊ ഇതിന്റെ വാല്യൂ എങ്ങനെയുള്ള X² is equal to നമ്മുടെ PCU നെ പറഞ്ഞു പോവാ, PI divided by PCU. X is equal to root of PI by PCU എന്ന് കിട്ടും. X is equal to root of PI by PCU എന്ന്. ഓക്കെ ആണോ? സോ X ന്റെ വാല്യൂ root of PI by PCU ഉള്ളപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. X ന്റെ വാല്യൂ PI by PCU ഉള്ളപ്പോഴാണ്, root of PI by PCU ഉള്ളപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ഇനി എന്താണ് ഓൾഡ് എഫിഷ്യൻസി? ഓൾഡ് എഫിഷ്യൻസി വളരെ സിമ്പിളാണ്. ഓൾഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എനർജി മീറ്റർ വെക്കുന്നത് കിലോ വാട്ട് അവറിലാണ്, അല്ലെ? കിലോ വാട്ട് അവറിലാണ്. അപ്പോ ഒരു ദിവസം ഔട്ട്പുട്ട് സൈഡിലെ കിലോ വാട്ട് അവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് സൈഡിലെ കിലോ വാട്ട് അവർ. ഔട്ട്പുട്ട് സൈഡിലെ കിലോ വാട്ട് അവറിലുള്ള പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് സൈഡിലെ കിലോ വാട്ടിലുള്ള പവർ 24 hours 24 മണിക്കൂറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് ഓൾഡ് എഫിഷ്യൻസി. ഔട്ട്പുട്ട് സൈഡിലെ കിലോ വാട്ട് അവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് സൈഡിലെ കിലോ വാട്ട് അവർ ഇൻ 24 hours. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത പറയാനുള്ളത് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ നമുക്ക് അടുത്ത